വി എസിന് പകരമായി വി എസ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി കണ്ടുകൊണ്ട് തന്നെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ അദ്ദേഹത്തിൻ്റെ വിടവ് മറ്റോരോരുത്തരുടെയും വിടവ് നികത്തിയ രീതിയിൽ നികത്തുന്നതിനാണ് പാർട്ടി ശ്രമിച്ചു വരുന്നത്. ഈ കാലം വി എസ് നമ്മെ വിട്ടുപിരിഞ്ഞതിന് ശേഷമുള്ള ഒരു വർഷക്കാലം പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉയർന്നു വന്നൊരു കാലമാണ്. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. പാർട്ടി, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം, നമ്മുടെ ലോകം, ഇതെല്ലാം നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ഈ കാലയളവിൽ കേരളത്തിൽ പല കുടുംബങ്ങളിലും വല്ലാത്ത അസ്വസ്ഥത നിലനിൽക്കുകയാണ്. എന്താകും ഭാവി? മകൻ്റെ, സഹോദരൻ്റെ, ഭർത്താവിൻ്റെ ഭാവി എന്താകും എന്ന് ചിന്തിക്കുന്ന കുടുംബാംഗങ്ങൾ. അത് ഇപ്പൊ നടക്കുന്ന ഇറാൻ യുദ്ധത്തിൻ്റെ ഭാഗമായുള്ളതാണ്. ഇവിടെ ഇറാനെ ആക്രമിക്കാൻ പുറപ്പെട്ട അമേരിക്ക ഏതാനും നിമിഷം കൊണ്ട് ഇറാനെ ഇങ്ങനെയൊക്കെ പൊടിച്ച് കയ്യിലെടുക്കാം എന്നായിരുന്നു കരുതിയിരുന്നത്. യുദ്ധം തുടങ്ങിയപ്പോഴാണ് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ പരിധി വിട്ടു പോവുകയാണ്. വിവിധ തരത്തിലുള്ള സമാധാന ശ്രമങ്ങൾ നടന്നെങ്കിലും ഒന്നിനും അമേരിക്കയും ഇസ്രയേലും വഴങ്ങുന്നത് നിലപാടില്ല. നാം കാണേണ്ടത് ഗൾഫിൽ ജീവിക്കുന്ന അനേക ലക്ഷം ആളുകളുണ്ട്. നമ്മുടെ രാജ്യത്തിന് ഈ യുദ്ധമുണ്ടാക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാൻ BJP ഗവൺമെൻറ് സാധിക്കുന്നില്ല. BJP പൂർണ്ണമായും അമേരിക്കൻ പക്ഷപാതിത്വമുള്ളൊരു പാർട്ടിയാണ്. അമേരിക്കൻ നിലപാടാണ് അംഗീകരിക്കുന്നത്. ദീർഘകാലം, നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാഷ്ട്രമാണ് ഇറാൻ. പക്ഷേ അവരെ കണ്ടഭാവം നടിക്കുന്നില്ല. അമേരിക്കയിൽ തന്നെ അമേരിക്കക്കെതിരായ വികാരം ഉയർന്നു വരുന്നു. നാറ്റോ രാജ്യങ്ങളിൽ അമേരിക്കക്കെതിരായ വികാരം ഉയരുന്നു. നിങ്ങളുമായി സഹകരിക്കില്ല എന്ന് നാറ്റോ രാഷ്ട്രങ്ങൾ പറയുന്നു. അപ്പോഴാണ് ഇന്ത്യ ഗവൺമെൻറ് പൂർണ്ണമായി അമേരിക്കയെ പിന്താങ്ങുന്നത്. നമ്മുടെ രാജ്യത്തിന് പൊതുവേ ഇത് ആപത്താണ്. നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ നാടിന് വലിയ
ആപത്തുകളാണ് ഇതുകൊണ്ട് സംഭവിക്കുന്നത്. വല്ലാത്ത ആശങ്ക പല കുടുംബങ്ങളിലും ഉയരുന്നു. എല്ലാ കാലത്തും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ സാമ്രാജ്യത്വ വിരുദ്ധ സമീപനം പോയിരിക്കുന്നു, പൂർണ്ണമായി ഉപേക്ഷിച്ചിരിക്കുന്നു. ഇത് വലിയ തോതിലുള്ള എതിർപ്പ് ജനങ്ങളിലാകെ ഉയർന്നു വരേണ്ട ഒരു പ്രശ്നമായിട്ടാണ് മാറിയിട്ടുള്ളത്. ഇപ്പോ രാജ്യതലസ്ഥാനം അഭൂതപൂർവമായൊരു മുന്നേറ്റം കാണുകയാണ്. വാങ്ചുങ് നടത്തിയ നിരാഹാരവും അതിനെ തുടർന്നുള്ള കാര്യങ്ങളും BJP ഗവൺമെന്റ് അതിനിസ്സാരമായിട്ടാണ് അതിനെ കണ്ടിരുന്നത്. ആ പ്രക്ഷോഭത്തെ, യുവജനങ്ങളുടെ നീക്കത്തെ മുഖവിലക്കെടുക്കാൻ BJP സർക്കാർ തയ്യാറായിരുന്നില്ല. വാങ്ചുങ്ങിനോടൊപ്പം ഫലപ്രദമായി അണിനിരക്കാൻ SFI പോലുള്ള DYFI പോലുള്ള സംഘടനകൾ തയ്യാറായി. അതിൻ്റെ ഭാഗമായുള്ള യുവജനങ്ങളും വൻതോതിൽ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. ആദ്യം അവഗണിച്ച BJP ഗവൺമെന്റ് തന്നെ പിന്നീട് അവരുമായി സംസാരിക്കേണ്ടതായി വന്നു, ചർച്ച ചെയ്യേണ്ടതായി വന്നു. പക്ഷേ ക്രിയാത്മകമായൊരു നിർദ്ദേശവും ഉണ്ടായില്ല എന്നതുകൊണ്ട് തന്നെ സമരം കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. BJP സർക്കാരിനെതിരെയുള്ള വികാരം ഏത് രീതിയിൽ ഉയർന്നു വരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ കൂടുതൽ ജനവിഭാഗങ്ങൾ ആ പ്രക്ഷോഭത്തിന്റെ ഭാഗമായി അണിനിരക്കുകയാണ്. ഡൽഹിയിൽ മാത്രമല്ല, കേരളത്തിലെ ലോക് ഭവന് മുന്നിലും പ്രക്ഷോഭം നടക്കുന്ന സ്ഥിതിയുണ്ടായി. SFIയുടെയും മറ്റു നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള യുവജന നീക്കങ്ങൾ BJP ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഉയർന്നു വരികയാണ്.